സുമനസ്സുള്ള ശ്രമം സഫലം. കുമരനെല്ലൂരിൽ വൈകാരിക രംഗങ്ങൾ. തൃത്താലയിലെ മാധ്യമപ്രവർത്തകരുടെ ഇടപെടലും തൃത്താല പോലീസിന്റെ കരുതലും മാനസിക നിലതെറ്റി അലഞ്ഞു നടന്ന യുവാവിന്റെ പ്രതീക്ഷയറ്റ ജീവിതത്തിന് തുണയാവുകയാണ്. വർഷങ്ങളോളം തെരുവിൽ അലഞ്ഞ യുവാവിനെ ഒടുവിൽ 4 വർഷത്തിനു ശേഷം മാതാപിതാക്കൾ തിരിച്ചറിഞ്ഞു. എൻ്റെ മോനെ തോപ്പിന് മാറ്റിയിട്ട് മാനസിക നില തെറ്റി ഓർമ്മ നശിച്ച് തെരുവിൽ കഴിയേണ്ടി വരികയും ഒടുവിൽ തൃത്താല മാധ്യമപ്രവർത്തകരുടെ ഇടപെടലിലൂടെ കുമരനെല്ലൂർ സ്നേഹാലയത്തിൽ അഭയം കണ്ടെത്തുകയും ചെയ്ത യുവാവിന് ഒടുവിൽ സ്വന്തം കുടുംബത്തിന്റെ തണൽ. 4 വർഷം മുൻപ് കാണാതായ മകനെ തേടിയെത്തിയ മാതാപിതാക്കൾ കണ്ണീരോടെയും ആശ്വാസത്തോടെയും മകനെ തിരിച്ചറിഞ്ഞു. ശ്രീകൃഷ്ണപുരം മംഗലാംകുന്ന് കാട്ടുകുളം നീലഞ്ചിറ വീട്ടിൽ വാസുവിന്റെയും അനിതയുടെയും മകനായ 30 വയസ്സുകാരൻ സന്ദീപാണ് ഈ നിർണായക കണ്ടെത്തലിലൂടെ മാതാപിതാക്കളുടെ അരികിലേക്ക് തിരിച്ചെത്തുന്നത്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് കുന്നംകുളം കേച്ചേരി ഭാഗത്ത് വെച്ച് വിശപ്പ് സഹിക്കാനാവാതെ തെരുവുനായയുടെ പച്ചയിറച്ചി കഴിക്കുന്ന അവസ്ഥയിലുള്ള സന്ദീപിന്റെ ദൃശ്യങ്ങൾ മാധ്യമങ്ങളിൽ വൻ പ്രചാരണം നേടിയിരുന്നു. ഈ ദൃശ്യങ്ങൾ കണ്ട് പലരും സഹതാപം പ്രകടിപ്പിച്ചെങ്കിലും ഈ മനുഷ്യനെ സുരക്ഷിതമായൊരിടത്തേക്ക് മാറ്റാൻ ആരും മുന്നോട്ട് വന്നില്ല. എന്നാൽ തൊട്ടടുത്ത ദിവസം മേഴത്തൂർ റോഡിലൂടെ അവശനിലയിൽ നടന്നു പോവുകയായിരുന്ന സന്ദീപിനെ തൃത്താല മാധ്യമപ്രവർത്തകർ കണ്ടെത്തി തിരിച്ചറിയുകയായിരുന്നു. ഉടൻ തന്നെ തൃത്താല പോലീസുമായി സ്ഥലത്തെത്തിയ ശേഷം ഭക്ഷണവും വെള്ളവും നൽകി. തുടർന്ന് സന്ദീപിനെ കുമരനെല്ലൂരിലെ സ്നേഹാലയം ചാരിറ്റബിൾ ട്രസ്റ്റിലേക്ക് മാറ്റുകയുമായിരുന്നു. 4 വർഷമായി മാനസികരോഗത്താൽ അലഞ്ഞിരുന്ന് നടന്ന ഒരു യുവാവിനെ മേഴത്തൂർ ഭാഗത്ത് കണ്ടെത്തുകയും തൃത്താല പോലീസിൻ്റെയും മീഡിയയുടെയും സഹായത്തോടെ കല്ലടത്തൂർ എഞ്ചിനീയർ റോഡിലുള്ള സ്നേഹാലയത്തിൽ പാർപ്പിച്ചിരിക്കുകയാണ്. ഈ വാർത്ത കേട്ടറിഞ്ഞ് സന്ദീപിൻ്റെ അച്ഛനും അമ്മയും സ്ഥാപനത്തിൽ ഇന്ന് എത്തിച്ചേർന്നിരിക്കുകയാണ്. സന്ദീപിൻ്റെ SLC ബുക്ക് കാണിച്ചു. സന്ദീപ് മകനാണെന്ന് അവർക്ക് ബോധ്യമായി, ഉറപ്പായിരിക്കുകയാണ്. ഈ വാർത്ത മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നതോടെയാണ് കാണാതായ മകനെക്കുറിച്ച് വാസുവിനും അനിതയ്ക്കും വിവരം ലഭിക്കുന്നത്. ബുധനാഴ്ച രാവിലത്തോടെ സ്നേഹാലയത്തെത്തിയ മാതാപിതാക്കൾ സന്ദീപിനെ കണ്ട് തിരിച്ചറിഞ്ഞതോടെ വികാരാധീനരായി. മാനസിക നില തെറ്റിയ അവസ്ഥയിലാണെങ്കിലും അമ്മയെ കണ്ട സന്ദീപും മകനെ തിരികെ കിട്ടിയ സന്തോഷത്തിൽ അമ്മ അനിതയും പരസ്പരം സ്നേഹചുംബനങ്ങൾ കൈമാറിയത് കണ്ടുനിന്നവർക്കും നൊമ്പരവും സന്തോഷവും പകർന്നു. കാട്ടുകുളം സ്കൂളിൽ 10ാം ക്ലാസ് വിജയിച്ച സന്ദീപ് പഠനത്തിൽ മിടുക്കനായിരുന്നെങ്കിലും പിന്നീട് മാനസിക നില തെറ്റുകയായിരുന്നു. ഇതോടെ ഇടയ്ക്കിടെ വീട്ടിൽ നിന്നും സന്ദീപ് ആരോടും ഒന്നും പറയാതെ ഇറങ്ങിപ്പോവും. പിന്നീട് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം നിശബ്ദനായി തിരികെ വരും. ഇത്തരത്തിൽ ഒരിക്കൽ ഇറങ്ങിപ്പോയ സന്ദീപ് പിന്നെ തിരികെ വീട്ടിലെത്തിയില്ല. മകനെ തേടി മാതാപിതാക്കൾ ഒരുപാട് സ്ഥലങ്ങളിൽ മാസങ്ങളോളം തിരഞ്ഞു നടന്നുവെങ്കിലും കണ്ടെത്താനായില്ല. പിന്നീട് 4 വർഷവും സന്ദീപിനായുള്ള തിരച്ചിലിലായിരുന്ന കുടുംബത്തിന് തൃത്താലയിലെ മാധ്യമപ്രവർത്തകരുടെ കൃത്യസമയത്തെ കണ്ടെത്തലും തൃത്താല പോലീസിന്റെ മികച്ച സഹകരണവുമാണ് ഒടുവിൽ മകനിലേക്കുള്ള വഴികാട്ടിയായത്. 4 വർഷം മുമ്പ് പോയതാണ്. കണ്ടിട്ട് മോനെ കാണാൻ പറ്റും. അതിൻ്റെ മുമ്പ് അവന് മരുന്ന് കൊടുത്തു. പട്ടാമ്പി ചേവന ആസ്പത്രിയിലാണ് കാണിച്ചിരുന്നു. മരുന്ന് കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് അവ ഇങ്ങനെ ആയി പോയത്. വീഡിയോ കണ്ടപ്പോൾ ഞങ്ങൾ കണ്ടു. സാധാരണ ഒരാൾ പണിക്ക് പോയിട്ട് വേണം. ഭർത്താവിനാണെങ്കിൽ സുഖമില്ല. പട്ടാമ്പി ചേവന ആസ്പത്രിയിലാണ് കാണിക്കുന്നത്. 2 പെൺകുട്ടികളെ കല്യാണം കഴിച്ചു കൊടുത്തു. ഒരമ്മയാണ് വായിച്ചായത്. ബുധനാഴ്ച കാലത്ത് 9 മണിയോടെ മാതാപിതാക്കളായ വാസുവും അനിതയും മകനെ കാണാനായി കുമരനെല്ലൂരിലെ സ്നേഹാലയത്തിൽ എത്തുകയായിരുന്നു. മാനസിക നില തെറ്റി ഓർമ്മകൾ നഷ്ടമായ സന്ദീപിനെ വിദഗ്ധ ചികിത്സകൾക്ക് വിധേയനാക്കാനാണ് ഈ മാതാപിതാക്കളുടെ തീരുമാനം. മകനെ കണ്ടെത്താൻ സഹായിച്ച മാധ്യമപ്രവർത്തകർക്കും തുണയായി നിന്ന പോലീസിനും തങ്ങളുടെ തീർത്താൽ തീരാത്ത കടപ്പാടുകൾ അറിയിക്കാനും ഈ മാതാപിതാക്കൾ മറന്നില്ല.